ബി NTPC എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് പെർസെന്റേജ് ഓഫ് 1 hour is 1 minute and 12 seconds? അതായത് ഒരു മണിക്കൂറിന്റെ എത്ര ശതമാനമാണ് 1 മിനിറ്റ് 12 സെക്കൻഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്നതിനെ ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ നമുക്ക് പെർസെന്റേജ് കിട്ടും. അപ്പൊ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ 1 മണിക്കൂറിനെ ഡിനോമിനേറ്ററിൽ എഴുതുക. 1 മണിക്കൂർ 1 hour. 1 മിനിറ്റ് 12 സെക്കൻഡ് ന്യൂമറേറ്ററിൽ എഴുതുക. അപ്പോൾ ഈ തന്നേക്കുന്ന ഫ്രാക്ഷനെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർസെന്റേജ് കിട്ടും. ഇവിടെ അവറിലും മിനിറ്റിലും സെക്കൻഡിലും ആണ് കൊടുത്തേക്കുന്നത്. ഇത് മൂന്നിനെയും ഒരു യൂണിറ്റിലാക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അവറിനെ സെക്കൻഡ് ആക്കുവാണ്, മിനിറ്റിനെയും സെക്കൻഡ് ആക്കുവാണ്. അപ്പൊ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 60 മിനിറ്റ് 60 ഇൻറ്റു 60 സെക്കൻഡ് ആയിരിക്കുമല്ലോ. അപ്പൊ 1 മണിക്കൂറിന് എനിക്ക് 60 ഇൻറ്റു 60 സെക്കൻഡ് എന്ന് എഴുതാം. ഇനി 1 മിനിറ്റ് 12 സെക്കൻഡ്, 1 മിനിറ്റിനെ 60 സെക്കൻഡ് എന്ന് എഴുതാം. ആ 60 സെക്കൻഡിന്റെ കൂടെ 12 സെക്കൻഡ് കൂട്ടുമ്പോൾ 72 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ മേളില് 72 സെക്കൻഡ് എന്ന് കിട്ടും. 72 സെക്കൻഡ് ആണ്. താഴെ 60 ഇൻറ്റു 60 സെക്കൻഡ് ആണ്. രണ്ടും ഒരേ യൂണിറ്റ് ആണ്. ഇൻറ്റു 100. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെക്കൻഡിലാക്കി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എസ് ഇട്ടത്. നമ്മളെ ഫൈനൽ ആൻസറിന് യൂണിറ്റ് ഒന്നും വേണ്ട, നമ്മൾ പെർസെൻറ്റേജിലാണ് എഴുതുന്നത്. ഇനി ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ താഴത്തെ 2 പൂജ്യവും മേളിലത്തെ 2 പൂജ്യവും കട്ടാവും. ഇവിടെ 6 ഇൻറ്റു 6 എത്രയാണ്? 36 ആണ്. അപ്പോ 72/36. 36 ഇൻറ്റു 2 ആണ് 72. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ 2% എന്ന് കിട്ടും. ഓപ്ഷൻ എ 2% ആണ് കറക്റ്റ് ആൻസർ.